ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക്, നാട്ടിലേക്ക് കടന്നു വരികയാണ്. ഒരു കൊല്ലമായി നാം കാത്തിരിക്കുന്ന ഗസ്റ്റ്, 2 മാസമായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഉടനെ വരേണമേ, ഉടനെ എത്തേണമേ എന്ന് നാം പ്രാർത്ഥിച്ചിരുന്ന അതിഥി നമ്മുടെ തൊട്ട് മുൻപിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ കടമ ആ അതിഥിയെ സ്വീകരിക്കലാണ്. നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക്, ഗ്രാമത്തിലേക്ക്, ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകും. ആ സന്തോഷത്തിൻ്റെ കാരണം അതിഥിയുടെ പ്രത്യേകതയും അതിഥിയുടെ പ്രാധാന്യവും നാം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ആ അതിഥി വരുന്നതോടുകൂടി നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തായി, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന, പരിവർത്തനങ്ങൾ സൃഷ്ടിക്കുന്ന, തെറ്റായ കാര്യങ്ങൾ ഉപേക്ഷിക്കണം എന്ന് നമ്മെ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ ഒരു ഗൈഡായി, ഏറ്റവും നല്ലൊരു സമ്മർദ്ദ ശക്തിയായി നമ്മെ സ്വാധീനിക്കുന്ന ആ അതിഥി ആരാണ്? എല്ലാവർക്കും അറിയാം, റമദാൻ. റമദാൻ വരുന്നതോടുകൂടി നമ്മുടെ വീടുകൾ പ്രാർത്ഥനയുടെ കേന്ദ്രങ്ങളായി മാറുകയാണ്. പിശാച് നമ്മുടെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എവിടെ നോക്കിയാലും അവിടെയെല്ലാം സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നാം കാണുകയാണ്. അൽഹംദുലില്ലാഹ്, വീടുകൾ, പള്ളികൾ, ഊടുപാതകൾ എല്ലാം റമദാനിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഇനിയും ആരെങ്കിലും ഈ വിവരം അറിയാത്തതുപോലെ നിൽക്കുന്നുണ്ട് എങ്കിൽ അവർ സൂക്ഷിക്കുക. എത്ര കാലങ്ങളായി, എത്ര കൊല്ലങ്ങളായി ഈ അതിഥി വരുന്നു. അതിഥിയെ സ്വീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയായി കരുതുന്ന ജനങ്ങൾക്കെല്ലാം അതിഥി സൽക്കാരത്തിൽ സന്തോഷമേ ഉള്ളൂ. സാധാരണ അതിഥികൾ നാം നൽകുന്ന ഭക്ഷണം, നാം നൽകുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി തിരിച്ചു പോവുകയാണ് പതിവെങ്കിൽ, ഈ അതിഥി കൈ നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. സമ്മാനങ്ങൾ, ആശയങ്ങൾ, പദ്ധതികൾ, പ്രഭാഷണങ്ങൾ. നമ്മെ സന്തോഷിപ്പിക്കുന്ന ആ അതിഥിയെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായി നിൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നല്ല ബുദ്ധി തരട്ടെ. ലഹരിയും മറ്റ് വൃത്തികേടുകളും രംഗം പൂർണ്ണമായി കൈയടക്കി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഈ അതിഥി വന്നതോടുകൂടി എല്ലാ കള്ളന്മാരും ഓടി ഒളിച്ചു. എല്ലാ തിന്മകളുടെയും വാതിലുകൾ കൊട്ടിയടക്കപ്പെട്ടു. ഇതിലേറെ എന്ത് വേണം ആ അതിഥിയുടെ മഹത്വത്തിന് ശോഭ നൽകാൻ? കുത്തിബ അലൈക്കുമുസ്സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളുടെ മുൻപുള്ളവർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആരാധന നിങ്ങൾക്കും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മനസ്സിലായി, ഇത് പക്ഷപാതപരമായ ഒരു സമീപനമല്ല, ഇതൊരു മെഡിസിനാണ്. രോഗികൾ മരുന്ന് ആഗ്രഹിക്കുന്നത് പോലെ, മരുന്നിന് വേണ്ടി ഫാർമസിയിൽ ക്യൂ നിൽക്കുന്നത് പോലെ ലൈനായി, പോരായ്മകളും ന്യൂനതകളുമുള്ള ആളുകൾ ലൈനായി റമദാൻ എന്ന അതിഥിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പുതിയ ജീവിതം രൂപപ്പെടുത്താൻ കാത്തു നിൽക്കുന്ന ഈ സമയത്ത് പ്രായമുള്ളവരും യുവജനങ്ങളും വിദ്യാർത്ഥികളുമെല്ലാം ആ വഴിയിലേക്ക് വീണ്ടും വീണ്ടും നോക്കുക. അങ്ങനെ വിജയം നേടിയെടുക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.